തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധനത്തിനിടെ കാണാതായ ഷിജിന് വേണ്ടിയുള്ള തെരച്ചിലിനായി നേവിയും കോസ്റ്റ് ഗാർഡിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും നേതൃത്വത്തിൽ വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോൺ മത്യാസിനുള്ള തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തമിഴ്നാട് കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താനുള്ള സഹായം തമിഴ്നാട് സർക്കാരിനോട് തേടുമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി പറഞ്ഞു. മുതലപ്പുഴയിൽ മത്സ്യബന്ധനത്തിനിടെ അപകടത്തിൽപ്പെട്ട ഷിജിനെ കാണാതായി 10ാം ദിവസമാണ് തെരച്ചിലിനായി നേവിയുടെ സംഘം എത്തിയത്. കടലിൽ ശബ്ദതരംഗങ്ങളുടെ സഹായത്തോടെ ആളെ കണ്ടെത്തുന്നതിനുള്ള സോണാർ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പരിശോധന. വരും ദിവസങ്ങളിലും പരിശോധന തുടരാൻ നേവിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുതലപ്പുഴ സന്ദർശിച്ച ശേഷം ജില്ലാ കളക്ടർ അനുകുമാരി പറഞ്ഞു. ശക്തമായ കാറ്റുള്ളതിനാൽ തമിഴ്നാട് തീരത്തുകൂടി പരിശോധന നടത്തും. ഇവിടെ മാത്രമല്ല ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് സദൺ ഡിസ്ട്രിക്ട്സിൽ കൂടി തമിഴ്നാടിൽ കൂടി ഫോക്കസ് ചെയ്യണം എന്ന രീതിയായിട്ട് തുടരും. തീർച്ചയായും തുടരും. കോസ്റ്റൽ പോലീസിന്റെയും കോസ്റ്റ് ഗാർഡിന്റെയും മത്സ്യത്തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ പരിശോധന തുടരുകയാണ്. തിരച്ചിൽ ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വേഗത കൂട്ടിയിട്ടുണ്ട്. തിരച്ചിലിന് അവർക്ക് അവിടെ ബോട്ട് അടുപ്പിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടെ അവർ പറയുന്ന ഒന്നുകൂടെ വന്ന് സെർച്ച് ചെയ്യാന്ന് പറയുന്നു. സർക്കാരിന്റെ അലംഭാവം തുടർന്നായും മന്ത്രിമാർ ഉത്തരവാദിത്തം നിറവേറ്റില്ലെന്നും മുതലപ്പുഴയിലെത്തിയ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. കഴിഞ്ഞ 31-നാണ് മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഷിജിനെയും വിഴിഞ്ഞത്ത് ഉൾക്കടലിൽ വള്ളം മറിഞ്ഞ് ജോൺ മത്യാസിനെയും കാണാതായത്. മീഡിയ 1 തിരുവനന്തപുരം.